എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജസ്ലിൻ അലി. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ മഞ്ഞപ്പിത്തം എന്ന അസുഖത്തെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ മഞ്ഞപ്പിത്തം പ്രധാനമായും പകരുന്നത് ഫീക്കോ ഓറൽ റൂട്ട്, അതായത് മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകളുടെ മലം കലർന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ അത് മറ്റൊരാളുടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് ആ ആൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു രോഗിയുടെ മലം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ അയാൾ കുടിച്ചിട്ടുണ്ട്, അയാളുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. സാധാരണയായി മഞ്ഞപ്പിത്തം വരുന്നത് നമുക്കറിയാം, ഈ കല്യാണ വീടുകളിലും മറ്റും ഉണ്ടാകുന്ന വെൽക്കം ഡ്രിങ്ക് അതിലുപയോഗിക്കുന്ന ഐസിൽ അത്ര ശുദ്ധമല്ലെങ്കിലാണ് സാധാരണയായി ഒരു ഏരിയയിൽ ഒട്ടുമിക്ക ആളുകൾക്ക് ഒരുമിച്ച് മഞ്ഞപ്പിത്തം വരാനുള്ള കാരണം ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികളിലൂടെയാണ് പകരുന്നത്. ഇനി വീട്ടിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തമുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, മഞ്ഞപ്പിത്തം പകരുന്നത് പ്രധാനമായും മലത്തിലൂടെ പോകുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസ് മറ്റുള്ളവരുടെ ശരീരത്തിൽ എത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞപ്പിത്തമുള്ള ഒരു രോഗി വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, അവർ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം സോപ്പ് ഇട്ട് നല്ലോണം കൈ കഴുകേണ്ടതാണ്. അതുപോലെ അകത്ത് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക. അവർ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം ഈ ഡോറൊക്കെ തുറക്കുമ്പോൾ ഡോർ നോബും മറ്റും ഉപയോഗിക്കുമ്പോൾ അതിൽ ഈ വൈറസ് പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്യുക. അല്ലാതെ ഒരു രോഗിയെ നമ്മൾ തൊടുന്നത് കൊണ്ടോ അവരോട് സംസാരിക്കുന്നത് കൊണ്ടോ ഒന്നും ഈ മഞ്ഞപ്പിത്ത രോഗം തമ്മിൽ പകരുന്നതല്ല. അടുത്തതായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഒരു മഞ്ഞപ്പിത്തമുള്ള ഒരു കുട്ടിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പാരൻസൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ലിവറിനെ ബാധിച്ചിട്ടുണ്ടോ, മഞ്ഞപ്പിത്തം അധികമുണ്ടോ എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഞ്ഞപ്പിത്തം എന്നത്, ഹെപ്പറ്റൈറ്റിസ് എന്നത് ലിവറിനുള്ള ഒരു ഇൻഫ്ലമേഷനാണ്. അതായത് ലിവറിനെ തന്നെയാണ് ഈ വൈറസ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിവറിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. മഞ്ഞപ്പിത്തം ലിവറിനെയാണ് കാര്യമായി ബാധിക്കുന്നത്. വളരെ അപൂർവമായി അത് ലിവറിനെയും മറ്റ് ശരീരഭാഗങ്ങളെയും അധികമാകുമ്പോൾ മാത്രം ബാധിക്കാറുണ്ട്. സാധാരണ ഇത് ലിവറിനെ തന്നെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എന്നത്. അടുത്തതായി, മഞ്ഞപ്പിത്തമുള്ള ഒരു രോഗി, നമ്മൾ സാധാരണ ഈ കുട്ടികൾക്ക് മഞ്ഞപ്പിത്ത അസുഖം വരുമ്പോൾ അത് അപകടകരമായി മാറുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഇത്തരം വലിയ കുഴപ്പമില്ലാത്ത കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ആക്കാറില്ല, അവരെ വീട്ടിൽ തന്നെ ചികിത്സിക്കാറാണ്. കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ വന്ന് കാണാനും ഡോക്ടർ കുറിച്ച് കൊടുത്ത മരുന്നുകളും ടെസ്റ്റുകളും കൃത്യമായി ചെയ്യാനും ആണ് നമ്മൾ ഉപദേശിക്കാറ്. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തമുള്ള രോഗികൾക്ക് അപകടകരമായ കുറച്ച് സൂചനകൾ ഞാൻ പറഞ്ഞു തരാം. ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിട്ടുമാറാത്ത പനി. സാധാരണ മഞ്ഞപ്പിത്തമുള്ള രോഗികൾക്ക് 1-2 ദിവസമാണ് സാധാരണ പനിക്കാറുള്ളത്. തുടർച്ചയായി ഒരാഴ്ചയൊക്കെ പനിക്കുകയാണെങ്കിൽ അതൊരു അപകട സൂചനയാണ്. അതുപോലെ മഞ്ഞപ്പിത്ത രോഗി പെട്ടെന്ന് നിർത്താതെ ഛർദ്ദിക്കുക, അതിശക്തമായ വയറുവേദന, അതുപോലെ ബോധക്കേടുണ്ടാവുക, സാധാരണയിൽ കവിഞ്ഞ ക്ഷീണം, അമിതമായ ക്ഷീണം, ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുക, അതുപോലെ തന്നെ വയറ്റിൽ നിന്നും കറുപ്പ് കളറിൽ മലം പോവുക, ഇതൊക്കെ അപകടകരമായ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതായി, മഞ്ഞപ്പിത്തമുള്ള രോഗികൾക്ക് അവരുടെ പാരൻസിന് എപ്പോഴുമുള്ള സംശയമാണ്, കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വന്നാൽ എന്തൊക്കെ ഭക്ഷണം കൊടുക്കാമെന്നത്. ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ OPയിൽ ഒരു കുട്ടി വന്നത് കണ്ടു. അവൻ 3 മാസം മുമ്പ് മഞ്ഞപ്പിത്തം വന്നാണ്. എന്തോ ആയുർവേദ മരുന്നാണ് അവർ കഴിച്ചിരുന്നത്. അന്ന് അവരോട് ആ ഡോക്ടർ പറഞ്ഞത്, 3 മാസത്തേക്ക് നിങ്ങൾ ചിക്കനോ മീനോ അങ്ങനെ ഇറച്ചി ഐറ്റംസോ ഒന്നും കഴിക്കരുതെന്ന്. കുട്ടി വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചതിന് ശേഷമാണ് അവർ ഇത് എന്നോട് പറയുന്നത്. കുട്ടിക്ക് 3 മാസത്തേക്ക് ഭക്ഷണത്തിൽ കൊഴുപ്പൊന്നും കൊടുക്കരുത്, ചിക്കനോ ബീഫോ ഒന്നും കൊടുക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ കുട്ടി വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഭക്ഷണ കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കാം. സാധാരണയായി മഞ്ഞപ്പിത്തം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ നിങ്ങൾ കുട്ടികൾക്ക് സാധാരണ കൊടുക്കുന്ന മീനോ ഇറച്ചിയോ എന്താണെങ്കിലും സാധാരണ അളവിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. കൂടുതലും പുറത്തു നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസും പരമാവധി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അങ്ങനെ ഭക്ഷണത്തിൻ്റെതായ പ്രത്യേകമായ നിബന്ധനകളൊന്നും മഞ്ഞപ്പിത്തത്തിനുമില്ല. സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷേ കുട്ടി ഛർദ്ദിക്കുന്ന രൂപത്തിൽ, അതായത് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുത്ത് അവനെ ഛർദ്ദിപ്പിച്ച് ക്ഷീണമുണ്ടാകാതെ നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.